ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ഒരു കള്ളക്കുറുക്കന്റെ കഥ കേട്ടാലോ? കഥയുടെ പേരാണ് നീലക്കുറുക്കൻ. അപ്പൊ വീഡിയോയിലോട്ടേക്ക് പോവാം. പണ്ട് പണ്ട് ഒരിക്കൽ ഒരു കുറുക്കൻ കാട്ടിൽ നിന്നും ആഹാരം തേടി ഗ്രാമത്തിലെത്തി. പക്ഷേ അവൻ അതൊരു ഭാഗ്യം കിട്ട ദിവസമായിരുന്നു. എത്ര നടന്നിട്ടും അവന് ആഹാരം കണ്ടെത്താനായില്ല. എന്തായാലും കുറച്ചുകൂടി നടന്നു നോക്കാം, കിട്ടിയില്ലെങ്കിൽ കാട്ടിലോട്ട് തന്നെ തിരിച്ചു പോവാം, കുറുക്കൻ നിശ്ചയിച്ചു. വല്ല ആളുകളോ അവരുടെ പട്ടികളോ കണ്ടാൽ തന്റെ കാര്യം അധോഗതി തന്നെ അവൻ മനസ്സിൽ കരുതി. പെട്ടെന്ന് തന്നെ അവൻ ചില നായ്ക്കളുടെ കുര കേട്ടു. അവന് അപകടം ബോധ്യമായി. ഭയന്ന അവൻ ഓടുവാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും നായ്ക്കൾ അവനെ കണ്ടിരുന്നു. അവരും അവന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ജീവനും കൊണ്ട് ഓടിയ കുറുക്കൻ തൊട്ടടുത്ത ഒരു വീട് കണ്ടു. അവൻ വേഗം തന്നെ ആ വീട്ടിലേക്ക് ഓടിക്കയറി. തുണികളിൽ ചായം തേക്കുന്ന ആളിന്റെ വീടായിരുന്നു അത്. വീടിനകത്ത് ഒരു വലിയ പാത്രത്തിൽ ചായം കലക്കി വെച്ചിരുന്നു. വെപ്രാളത്തിൽ ഓടുന്നതിനിടയിൽ കുറുക്കൻ നീലപാത്രത്തിൽ ചെന്നു വീണു. പിന്തുടർന്നു വന്ന നായ്ക്കൾക്ക് കുറുക്കന്റെ പൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ തിരിച്ചുപോയി. നായ്ക്കൾ തിരിച്ചുപോയി എന്ന് ഉറപ്പിക്കും വരെ കുറുക്കൻ നീലപാത്രത്തിൽ തന്നെ ഇരുന്നു. പിന്നീട് അവൻ പതുക്കെ പുറത്തിറങ്ങി. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് ഓടിപ്പോയി. അങ്ങനെ കുറുക്കൻ കാട്ടിൽ തിരിച്ചെത്തി. കുറുക്കന്റെ കൂട്ടുകാരായിരുന്നവർ പോലും കുറുക്കനെ കണ്ട് ഓടാൻ തുടങ്ങി. അവനെ കാണുന്നവരെല്ലാം ഭയന്നോടുന്നു. കാട്ടിലുള്ളവർക്കൊക്കെ ഇതെന്തു പറ്റി? കുറുക്കൻ ചിന്തിച്ചു. എന്തേലും ആവട്ടെ, നല്ല ക്ഷീണം, കുറച്ച് വെള്ളം കുടിക്കാം എന്ന് കരുതി കുറുക്കൻ നേരെ നദിക്കരയിലേക്ക് പോയി. നദിയിലെ തെളിഞ്ഞ വെള്ളത്തിൽ കുറുക്കൻ തന്റെ രൂപം കണ്ടു. എന്ത്, ഞാൻ നീല നിറമായിരിക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? അവൻ ഓർത്തു. ഓ, ഞാൻ ചെന്ന് വീണത് നീലച്ചായത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ നീല നിറത്തിൽ ഇരിക്കുന്നത്. എന്നെ കണ്ട മൃഗങ്ങൾ ഞാൻ ഏതോ വിചിത്ര ജീവിയാണെന്ന് കരുതിയാവും ഓടിയത്. പെട്ടെന്ന് കുറുക്കൻ ഒരു സൂത്രം തോന്നി. കുറുക്കൻ നേരെ മറ്റുള്ള മൃഗങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അവരോട് ഉറക്കെ ചോദിച്ചു, നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഓടി മറയുന്നത്? വരൂ വരൂ, എല്ലാവരും അടുത്തേക്ക് വരൂ, എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട്. ഇത് കേട്ട് മൃഗങ്ങൾ ഓട്ടം നിർത്തി അവരിൽ നിന്ന് കുറച്ച് അകലെയായി മാറി നിന്നു. എല്ലാവരും അടുത്തു വരൂ, നിങ്ങളുടെ സുഹൃത്തുക്കളെയെല്ലാം ഒപ്പം കൂട്ടിക്കോളൂ, ചില പ്രധാന സംഗതികൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, കുറുക്കൻ പറഞ്ഞു. ഓരോരോ മൃഗങ്ങളായി കുറുക്കന് ചുറ്റും കൂടി. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ചു കൊള്ളാം. നിങ്ങൾ എനിക്ക് എല്ലാ ദിവസവും സ്വാദിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കണം. അത് നിങ്ങളുടെ കടമയാണ്. പകരം ഞാൻ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും, കുറുക്കൻ ആജ്ഞാപിച്ചു. മറ്റു മൃഗങ്ങൾ സമ്മതം മൂളി. അന്നു മുതൽ നീലക്കുറുക്കൻ കാട്ടിലെ രാജാവായി. മറ്റു മൃഗങ്ങളെല്ലാം ദിവസവും അവന് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ എത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കുറെ കഴിഞ്ഞുപോയി. എല്ലാ ദിവസവും മൃഗങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരാതിയുമായി വരും. രാജാവ് അതെല്ലാം കേൾക്കും. എന്നിട്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്യും. ഒരു ദിവസം അത്തരമൊരു സഭയിൽ ഇരിക്കുകയായിരുന്നു കുറുക്കൻ. പെട്ടെന്ന് അവൻ ഒരു ശബ്ദം കേട്ടു. കുറുക്കന്മാരുടെ ഓരിയിടലായിരുന്നു അത്. കുറുക്കനാവട്ടെ കുറച്ചു നാളുകളായി തന്റെ സംഘത്തിലുള്ളവരുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓരിയിടൽ കേട്ട നീലക്കുറുക്കൻ ഒട്ടും ആലോചിക്കാതെ കുറുക്കന്മാരോടൊപ്പം ഓരിയിടാൻ തുടങ്ങി. ഇത് കേട്ട മറ്റു മൃഗങ്ങൾ അമ്പരന്നു. എന്ത്, ഇതൊരു കുറുക്കനായിരുന്നോ? താങ്കളെ ഇത്രയും നാൾ കബളിപ്പിച്ചത് ഒരു കുറുക്കനാണെന്നറിഞ്ഞപ്പോൾ മൃഗങ്ങൾക്ക് സഹിച്ചില്ല. അവർ അവനെ കടിച്ചു കീറുവാനായി പാഞ്ഞെടുത്തു. പക്ഷെ കുറുക്കൻ അപ്പോഴേക്കും സ്ഥലം വിട്ടിരുന്നു. ഓടിയോടി ജീവൻ രക്ഷിക്കുവാനായി അവൻ എങ്ങോട്ടോ പോയി. പിന്നെ ആരും അവനെ ആ വഴിക്ക് കണ്ടിട്ടേയില്ല. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.